മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അൻവറിനെ ഇന്ന് പുലർച്ചെ 2 മണിയോടെ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും കുറ്റിപ്പുറത്തും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ജയിലിൽ എത്തിച്ച അൻവർ MLAയുടെ ജാമ്യത്തിനായി രാവിലെ ജാമ്യാപേക്ഷ നൽകും. നിലമ്പൂർ കോടതിയിലാണ് അപേക്ഷ നൽകുക. വിവരങ്ങളുമായി ശിവദാസ് കന്മൂലവും അരുൺ ആലത്തൂരും ചേരുന്നുണ്ട്. ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ്. അരുൺ, PV അൻവർ MLAക്ക് വേണ്ടി അൻവറിന് വേണ്ടി ഇന്ന് ജാമ്യ അപേക്ഷ നൽകുന്നുണ്ട്. രാവിലെ 10 മണിക്ക് നിലമ്പൂർ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും ഇന്ന് ഏതായാലും രാവിലെ അൻവറിന് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് അൻവറിൻ്റെ പാർട്ടിയുടെ DMKയുടെ നേതാക്കളും മറ്റും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു കിരാതമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് ഈ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് അൻവറിൻ്റെ പാർട്ടിക്കാർ തന്നെ ഈ വിഷയത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ മറ്റോ നടത്തുന്ന കാര്യത്തിൽ നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ MLAയുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടത്തണമോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് DMKയുടെ കോർഡിനേറ്ററായ ഹംസ പറക്കാട്ട് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഏതായാലും ഈ അൻവറിൻ്റെ അറസ്റ്റ് അതേതായാലും DMKയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടും അതല്ലാതെയും ഒക്കെ പ്രതിരോധിക്കുക, അതിനെ നേരിടുക എന്നുള്ളൊരു നിലപാടിലാണ് ഇവർ ഉള്ളത്. ഒപ്പം തന്നെ ഇന്നലെ കൃത്യമൊരു വൈകുന്നേരം 7:30 ഞാൻ നിൽക്കുന്ന അൻവറിൻ്റെ ഈ നിലമ്പൂരിലെ വസതിയിലേക്ക് പോലീസ് സംഘം എത്തുന്നത്. തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് വീട് വളഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. ഏതായാലും ഈ അറസ്റ്റ് ചെയ്ത നടപടി എന്നുള്ളത് ഈ വനം വകുപ്പിൻ്റെ ഓഫീസ് തകർത്തു, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് സാധനങ്ങളും മറ്റുമൊക്കെ നശിപ്പിച്ചു, ചേറും കസേര ഉൾപ്പെടെയുള്ള ഒക്കെ നശിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും DMKയെ സംബന്ധിച്ചിടത്തോളവും അൻവറിനെ സംബന്ധിച്ചിടത്തോളവും നമുക്കറിയാം, ഈ ഇടതുപക്ഷവുമായി തെറ്റിയതിന് ശേഷം നിരന്തരം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വെല്ലുവിളിയുമായി അൻവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അൻവർ വിവിധ തരത്തിലുള്ള മുഖ്യമന്ത്രിയെ വിമർശിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ UDFിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളൊക്കെ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടുത്തിടെ പോലും ഈ വനം വകുപ്പിൻ്റെ വന നിയമ ഭേദഗതിക്കെതിരെ അൻവർ ശബ്ദമുയർത്തുന്ന സാഹചര്യവും അതിനൊക്കെ UDFിനെ കൂടി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള ആളുകളെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കളെയൊക്കെ ഈ ഒന്നിച്ചുകൊണ്ട് ഒരു പോരാട്ടം വന നിയമ ഭേദഗതിക്കെതിരെ ഒന്നിച്ചൊരു പോരാട്ടം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അൻവറിനൊപ്പം ആ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ഒരുമിച്ച് പോരാടാം എന്നൊക്കെ ഇവർ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ UDF പോലും അൻവറുമായി ഒരു അകലം പാലിച്ച് അൻവറിനെ പൊതുവെ രാഷ്ട്രീയപരമായി യാതൊരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്നലെ ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടായത്. അത് ഏതായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരുന്ന അൻവറിന് അതൊരു ഊന്നുവടിയായി എന്ന് വേണം പറയാൻ. ഇപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് DMKയ്ക്കും അൻവറിനും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അൻവർ കൃത്യമായൊരു ഇര പരിവേഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നലെ മുതൽ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഒരു വെല്ലുവിളി താൻ പുറത്തു വരട്ടെ, കാണിച്ചു തരാമെന്നൊക്കെ തരത്തിലുള്ള ഒരു വെല്ലുവിളി ഒരു ഭാഗത്ത് നടത്തുന്നു. മറ്റൊരു ഭാഗത്ത് താൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണ് എന്നും അൻവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതേസമയം തന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും KPCC അധ്യക്ഷനാണെങ്കിലും ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും ഒക്കെ അൻവറിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതും DMKയും അൻവറും ഏത് തരത്തിൽ ഇനി അതിനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ പ്ലാനിങ്ങുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും
പ്രതിഷേധങ്ങൾക്കോ മറ്റ് പരിപാടികളിലേക്കോ ഒന്നും തന്നെ DMK കടക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ തങ്ങൾ പ്രതിഷേധം നടത്തിയാൽ ഈ പ്രതിഷേധ പരിപാടിക്കുള്ളിൽ ചിലർ നുഴഞ്ഞു കയറിക്കൊണ്ട് അതിനെ അലങ്കോലപ്പെടുത്തി തങ്ങൾക്കെതിരെ തന്നെ തിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നൊക്കെയാണ് ഈ DMK പ്രവർത്തകർ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ആദ്യഘട്ടം എന്നോണം ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാമ്യത്തിൽ അൻവറിനെ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതേതായാലും ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഇത്തരമൊരു അപേക്ഷ അൻവറിനെ ജാമ്യത്തിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു അപേക്ഷ നൽകും. MLA ആണെന്ന് ഉൾപ്പെടെയുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നായിരിക്കും കോടതിയിൽ ഇവർ ആവശ്യപ്പെടുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അരുണ, ഇപ്പോൾ എന്തായാലും ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്നലെ വൈകുന്നേരം വരെ നമ്മൾ രാവിലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നലെ വൈകുന്നേരം വരെ ഒരു 6 മണി വരെയൊക്കെ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഈ ഒരു PV അൻവറിൻ്റെ അറസ്റ്റിലേക്ക് കടക്കില്ല എന്നതായിരുന്നു ലഭ്യമായ വിവരങ്ങൾ. എന്നാൽ പെട്ടെന്ന് 7 മണിക്ക് ശേഷം പോലീസിൻ്റെ ഒരു തീരുമാനം വരുന്നു, അൻവറിനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു തീരുമാനം വരുന്നു. പെട്ടെന്ന് തന്നെ അൻവറിൻ്റെ വീട് വളയുന്നു. അങ്ങനെ രാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നു. പുലർച്ചയോടുകൂടി ജയിലിലടയ്ക്കുന്നു. ഇങ്ങനൊരു നീക്കത്തിലേക്ക്, അതായത് പെട്ടെന്നുണ്ടായൊരു തീരുമാനം അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയല്ലേ പോലീസിൻ്റെ ഈ ഒരു അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്? തീർച്ചയായും അത്തരത്തിൽ കൃത്യമായ ഒരു മുകളിൽ നിന്നുള്ള, അതായത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PV അൻവറിന്റെ ഈ അറസ്റ്റിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം വരെ നിങ്ങൾ പറഞ്ഞതുപോലെ വൈകുന്നേരം വരെ അത്തരത്തിലുള്ള അറസ്റ്റ് സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 7 മണിക്ക് ശേഷമാണ് പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാഥമികമായ നടപടികൾ സ്വീകരിക്കുന്നത്. പിന്നീട് ഒരു 8:30 കൂടിയാണ് പോലീസ് PV അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. കൂടുതൽ പോലീസ് സേനകൾ PV അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നത് രാത്രി 10 മണിയോടുകൂടി വീണ്ടും കൂടുതൽ പോലീസ് സന്നാഹം അൻവറിന്റെ വീടിന് മുൻപിലേക്ക് എത്തുന്നു. വീട് വളയുന്നു. അങ്ങനെ PV അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള നടപടികളിലേക്ക് വളരെ വേഗത്തിലാണ് പോലീസ് നടപടികൾ കൈക്കൊണ്ടത്. കാരണം ഇന്നലെ രാവിലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. രാവിലെ 11 മണിയോടെയാണ് PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, ഏകദേശം 40ഓളം പേരടങ്ങുന്ന ഈ സംഘം നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. നമുക്കറിയാം, ഇന്നലെ രാവിലെ ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ കാട്ടാന ആക്രമണത്തിൽ ഒരു വനവാസി കൊല്ലപ്പെട്ടിരുന്നു. ഈ സംഭവത്തിലാണ് PV അൻവറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ഈ വനവാസി യുവാവിന്റെ വിഷയത്തിൽ സർക്കാർ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ കാട്ടാന ശല്യത്തിൽ സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല, വനംവകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം DFO ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയത്. പിന്നീട് ഈ പ്രതിഷേധ പ്രകടനം ഏകദേശം അവസാനിക്കാറായ സമയത്താണ് ചില പ്രവർത്തകർ കൂടി ചേർന്ന് ഈ ഓഫീസ് തല്ലി തകർത്തത്. അതായത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഓഫീസ് പൂട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഓഫീസിന്റെ വാതിലെല്ലാം തന്നെ പൊളിച്ച് അവർ ഉള്ളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ചില പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് കടന്ന് അവിടെ ഉണ്ടായിരുന്ന മേശയും കസേരയും എല്ലാം തന്നെ വാരി വലിച്ചിട്ടു, ചിലത് നശിപ്പിച്ചു. ഈ സംഭവത്തിലാണ് PV അൻവറിനെതിരെയും അതോടൊപ്പം തന്നെ മറ്റു 10 പേരെ, മൊത്തത്തിൽ PV അൻവർ അടക്കം 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തത് ഈ ഉപകരണങ്ങൾ നശിപ്പിച്ച സംഭവത്തിലാണ്. തുടർന്നാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് നീങ്ങിയ ആ നടപടികളെല്ലാം തന്നെ ഉണ്ടായത്. രാത്രി ഏറെ വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. രാത്രി 10 മണിക്ക് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അതിനുശേഷം നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നു. അവിടെ വൈദ്യപരിശോധന നടത്തിയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇതെല്ലാം രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. കാരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ നടപടികളെല്ലാം തന്നെ വേഗത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി നിയമ നടപടികളെല്ലാം, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. PV അൻവർ MLA റിമാൻഡ് ചെയ്തു. 14 ദിവസത്തെ റിമാൻഡിൽ PV അൻവർ MLA പിന്നീട് തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതായത് ഏകദേശം 12 മണിയോടുകൂടിയാണ് PV അൻവർ MLA തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോയത്. തവനൂർ ജയിലിലേക്ക് കൊണ്ടുപോകും മുൻപ് കുറ്റിപ്പുറത്തും വെച്ചിട്ടും അദ്ദേഹത്തിന് വീണ്ടും ഒരു വൈദ്യ പരിശോധന കൂടി നടത്തി. അതൊരു പ്രോസസ്സിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരു വൈദ്യ പരിശോധന നടത്തിയത്. പിന്നീട് പുലർച്ചെ 2:15 കൂടിയാണ് PV അൻവറിനെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റും എന്നായിരുന്നു സൂചന ഉണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ സൗകര്യം തവനൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. അതുകൊണ്ടാണ് MLA തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യാപേക്ഷ അടക്കമുള്ള നടപടികൾ DMK പ്രവർത്തകർ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ അൻവറിന്
ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ നശിപ്പിച്ച വസ്തുക്കളുടെ പണം കെട്ടിവെച്ചാൽ ഒരു പക്ഷേ ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇതിനേക്കാൾ വലിയ കുറ്റങ്ങളും ഗുരുതരമായ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പി വി അൻവർ ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ അൻവറിനെതിരെ കേസും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളിലും അല്ലെങ്കിൽ നിലവിൽ മുൻപുണ്ടായിരുന്ന കേസുകളിലൊന്നും തന്നെ അൻവറിനെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നത് വലിയ രീതിയിൽ തന്നെ ആരോപണമായി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം നിലവിൽ പി വി അൻവറിനെതിരെ. ശരി ശിവദാസ്, എന്തായാലും മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി വി അൻവർ MLA റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അൻവറിനെ പുലർച്ചെയോടുകൂടി തന്നെയാണ് ജയിലിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ്. നിലമ്പൂർ കോടതിയിൽ അൻവറിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്.